17ന്റെ പൂങ്കരളിൻ പാടത്ത് പൂവിട്ടതെന്താണ്? ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് ഇങ്ങനെ ഇങ്ങനെ മുഖം മറിച്ച് നടക്കരുതെന്ന്. എന്റെ എല്ലാ സ്വപ്നവും തകർന്നു പോയില്ലേ അച്ഛ. നമസ്കാരം. ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡുകൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ മിയ, വെൽക്കം ടു ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ്. താങ്ക് യു. അപ്പോ മിയയും ഈക്വലി എക്സൈറ്റഡ് ആണ്. അപ്പോ ഇന്ന് ആദ്യം എന്ത് കാണാനാണ് മനസ്സിൽ ആഗ്രഹം? എക്സ്പ്രഷൻ വേണോ, തീം റൗണ്ട് വേണോ? എക്സ്പ്രഷൻ. യെസ്, ആദ്യം തന്നെ അഭിനയത്തിൽ പിടിക്കാമെന്നാണ് മിയ പറയുന്നത്. അപ്പോ എക്സ്പ്രഷൻ റൗണ്ടുമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു ടീം റെയിൻബോ. എന്താണ് നമ്മൾ ടീം റെയിൻബോയ്ക്ക് കൊടുക്കാൻ പോകുന്ന സബ്ജക്ട്? ആസിഡ് അറ്റാക്ക് നേരിട്ട ഒരു പെൺകുട്ടി. ഓക്കെ. ആ പെൺകുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതെങ്ങനെ അവര് ജീവിതത്തിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ എന്തായാലും നല്ല പെർഫോമൻസ് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ എന്തായാലും ആ അച്ഛനെയും മകളെയും ആ സൂപ്പർ ഫാമിലിയും നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടീം റെയിൻബോ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് ഇങ്ങനെ ഇങ്ങനെ മുഖം മറിച്ച് നടക്കരുതെന്ന്. വെറുതെ അച്ഛനെ സങ്കടപ്പെടുത്തരുത്. മാറ്റ് ഷോള് മാറ്റ്. ഇല്ല അച്ഛ, ഷോള് മാറ്റ്. എനിക്ക് മാറ്റാൻ പറ്റില്ല അച്ഛ. അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം. ഷോള് മാറ്റ്. ഇല്ല അച്ഛ, മാറ്റടി. ഇല്ല അച്ഛ, പറ്റില്ല. മാറ്റാൻ. എനിക്ക് മാറ്റാൻ പറ്റില്ല അച്ഛ. അച്ഛ, മാറ്റണം. അച്ഛ. മോളെ അച്ഛ. സുഹൃത്തുക്കൾ എല്ലാരും എന്നെ അകറ്റി നിർത്തുക അച്ഛ. എനിക്കറിയില്ല എന്നോട് എന്തിനാ എല്ലാരും ഇങ്ങനെ ചെയ്യുന്നത്. പ്രണയത്തിന്റെ പേര് പറഞ്ഞ് അവരെന്റെ പിറകെ നടന്നപ്പോ ഞാൻ അകറ്റിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? അമ്മയില്ലാത്ത എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് അച്ഛൻ വളർത്തി വലുതാക്കിയിട്ട് എല്ലാം വെറുതെ ആയില്ലേ അച്ഛ? എല്ലാം എനിക്കറിയാം മോളെ. എല്ലാം മറക്കാൻ വേണ്ടി ചിലപ്പോ ഞാനൊരു ഭ്രാന്തനെ പോലെ എന്തൊക്കെയോ വിളിച്ചു പറയും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ശരിക്കും ഭ്രാന്തായി പോവും. മക്കൾക്ക് എന്തെങ്കിലും പറ്റിയ രക്ഷിതാക്കൾക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ? എന്റെ എല്ലാ സ്വപ്നവും തകർന്നു പോയില്ലേ അച്ഛ? ഇല്ല മോളെ, ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇനി എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ. എന്താ? അത് മോള് പറ. മോള് ആഗ്രഹത്തില് എല്ലാം അച്ഛൻ ഇതുവരെ സാധിപ്പിച്ചു തന്നിട്ടില്ലേ? മോള് പറ. അച്ഛാ, പറ മോളെ. നമുക്ക് മരിച്ചാലോ അച്ഛാ? മോളെ, ഇതിനാണോ ഞാൻ ഇന്ന് വളർത്തിയത്? ഇതിനാണോ? ഒന്ന് പോവാ എന്റെ കൺമുമ്പിൽ. ഈ ലോകത്ത് എനിക്ക് അച്ഛനും ഞാനും മാത്രമല്ലേ ഉള്ളൂ. അച്ഛൻ ഒറ്റക്കാക്കിട്ട് പോവാൻ എനിക്ക് പറ്റില്ല അച്ഛാ. മോളെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ് അച്ഛാ. ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോ ഞാൻ ആകെ തളർന്നു പോവും. എല്ലാ പേടിയും നീ മാറ്റണം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നമ്മൾ നേരിടണം. അവരെയാണ് നീ വിജയിക്കേണ്ടത്. നിന്നോട് ഈ ക്രൂരത ചെയ്തവർ നിന്നെ അഭിനന്ദിക്കണം. അങ്ങനെ ഒരു ദിവസം വരണം. അതിനെന്റെ മോള് വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. അതിന് പറ്റുമോ? പറ്റൂ. മോള് ഈ ഫോട്ടോ ഇത് നിനക്ക് 5ാം ക്ലാസ്സില് നീ കലാതിലകായപ്പോ കിട്ടിയ ട്രോഫി. ഈ ഫോട്ടോ കണ്ടോ? ഇത് നീ സംസ്ഥാന കലോത്സവത്തില് മിമിക്രിയിൽ 1ാം സമ്മാനം കിട്ടിയപ്പോഴുള്ള ഫോട്ടോ. ഈ ഫോട്ടോ കണ്ടോ? ഒരു കുടുംബ സംഗമത്തിന് ഞാനും എന്റെ മോളും അവതരിപ്പിച്ച പരിപാടി നമ്മൾ അടിച്ചു പൊളിച്ചത് ഓർമ്മയില്ലേ? കണ്ടോ? ഈ ഫോട്ടോ കണ്ടോ? ഒരു ഗെറ്റ് ടുഗദറിന് നമ്മൾ നടത്തിയ പരിപാടി. നമ്മൾ എത്ര സ്റ്റേജുകൾ നമ്മൾ അവതരിപ്പിച്ചതാ. മോളെ പാട്ടും പഠനവും എല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം. അതെ അച്ഛാ, എനിക്ക് പാടണം. നമ്മൾ പണ്ട് സ്റ്റേജുകളിൽ മത്സരിച്ച് പാടിയ ആ പാട്ടില്ലേ, നമുക്ക് ആ പാട്ടിന്റെ പാടാച്ചാ. പാടുക? മോള് പാടുവോ? ഞാൻ പാടും. പാടുവോ?
പാടും അച്ഛാ. ഗരി സനി സരി സാനി ദ ഗരി സനി ദ സനി ധ നി ദ പമ പനി ദ പമ ഗ ഗ പനി ദ പമ. പാട്. പറ്റൂ പറ്റൂ. ഗരി സനി സരി സാനി ദ ഗരി സനി ദ സനി ധ നി ദ പമ പനി ദ പമ ഗ ഗ പനി ദ പമ. പദനി സരി ഗ സാരി സരി ഗരി സനി സ നി ധ നി ധ നി സനി ദ പദ ഗരി സ ഗരി സനി ധ നി സനി നി സ നി ദ പ സനി ദ സ നി ദ പ മ ഗ മ പ ദ പ മ പ ധ നി ദ പ ധ നി സ നി ഗ മ പ ദ ഗ മ മ പ ദ മ പ ധ നി മ പ ധ നി സ പ ധ നി സ പ ധ നി സ രി ഗരി സ നി സ നി സ നി ധ നി സ നി ദ പ ദ പ ധ നി സ പ ധ നി സ രി നി സ രി ഗ ഗരി സ നി സ നി സ നി ദ പ ഗ മ പ ധ നി സംഗീതമേ അമര സല്ലാപമേ. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് തീം റൗണ്ട് ആണ്. ഈ റൗണ്ടിലേക്ക് പെർഫോം ചെയ്യാൻ എത്തുന്നു അടിമാലി ബ്രദേഴ്സ്.
സഹായിച്ചതിനു വേണ്ടിയല്ല നിങ്ങൾക്കറിയേണ്ടത്. നിങ്ങളുടെ ചുറ്റും ഇത്രയും ബന്ധുമിത്രാദിജനങ്ങൾ ഉണ്ടായിട്ടും ഇത്തരമൊരു അത്യാഹിതമുണ്ടായതിനെ തടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതോർത്ത് കരയൂ അമ്മേ. ഓമനത്തം തുളുമ്പുന്ന കുഞ്ഞുങ്ങളെ താലോലിക്കുന്ന അതേ കരങ്ങൾ തന്നെ ആ കുഞ്ഞിനെ പിച്ചു ചീന്തുന്ന ഈ കാലത്തെ ഓർത്ത് കരയൂ അമ്മേ. കോളേജിൽ പോകുന്ന ഒരു പെൺകുട്ടിക്ക് പീഡനം നേരിടേണ്ടി വരുമ്പോൾ എല്ലാവരും പറയും അവളുടെ വസ്ത്രധാരണം ശരിയല്ല, അവളുടെ സ്വഭാവം ശരിയല്ല, അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തെ ഓർത്ത് കരയൂ അമ്മേ. മുലകുടി മാറാത്ത പെൺകുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാതെ ആ കുറ്റം നടത്തിയവരെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന പ്രബുദ്ധരെ നിങ്ങളെ ഓർത്താണ് ഈ അമ്മ കരയേണ്ടത്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും സ്റ്റാറ്റസ് ഇട്ടതുകൊണ്ട് എല്ലാം ആയല്ലോ അല്ലേ? കന്യകമാരുടെ ചാരിത്രത്തിനുമേൽ മൃഗീയ വിനോദത്തിന്റെ അമ്പെയ്യുന്നവരെ നിങ്ങൾ ഒന്നോർമ്മ വെച്ചോളൂ. നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം അമ്മമാരെയാണ്. അവരെയും ജീവിക്കാൻ അനുവദിക്കൂ. സോ മിയ, വീണ്ടും നമ്മൾ ഒരു തീം റൗണ്ട് കാണാൻ പോവുകയാണ്. നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. സോ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ടീം സിഫ്നോ. ഹലോ. ഇല്ല, ഇന്ന് ഞാൻ ലീവാണ്. മോളുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ വല്ല ആഘോഷങ്ങളൊന്നുമില്ല. ഇവിടെ നാട്ടിലൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോ ഞങ്ങൾ ഇവിടെ നിന്നാണ് ആഘോഷിക്കാറ്. ഓക്കെ, ഞാൻ വിളിക്കാം. അല്ല, ആരൊക്കെയാ ഇത്? ഒരു 3-4 കൊല്ലം മുമ്പ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനാ അവസാനായിട്ട് ഇവിടെ വന്നത് അല്ലേ? അതെ. പിന്നെ കുറച്ച് കൊല്ലങ്ങൾ കോവിഡ് കൊണ്ടുപോയില്ലേ, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്ന് മോളുടെ ബർത്ത്ഡേയാ. അത് നിങ്ങൾ കൂടെ ആഘോഷിക്കാന്ന് വിചാരിച്ചോ? കണ്ടിട്ടും കുറെ ആയില്ലേ. അതെന്തായാലും നന്നായി. ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം. നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് ഉഷാറാക്കാം. പക്ഷേ പഴയ പോലെ അല്ല കേട്ടോ ഇപ്പൊ ഇവിടെ. ഞങ്ങൾ കുറച്ചു പേരേ ഉള്ളൂ, പിന്നെ കുറച്ച് കിടപ്പിലുള്ളവരും. അതൊന്നും കുഴപ്പമില്ല ഞങ്ങളെ, നമുക്ക് പൊളിക്കാം. അത് കറക്റ്റ് പപ്പാ, നമുക്ക് തുടങ്ങാം. മക്കള് പറഞ്ഞതാ ശരി. ആഘോഷിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ആളെണ്ണൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങ് തുടങ്ങും മക്കളെ. എന്തേ പെട്ടെന്നൊരു ചിന്ത? ഒന്നുമില്ലടോ. ഈ കുടുംബത്തെ കണ്ടപ്പോ ഞാൻ ചില പഴയ ഓർമ്മകളിലേക്ക് പോയി. എന്താണെന്ന് പറ, ഞാനും കൂടി കേൾക്കട്ടെ. ഒരു കല്യാണ വീടാണ് ഓർമ്മയില്. മണവാളനായി ഞാൻ. എൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഒരുപാട് സന്തോഷത്തിലാണ്. ആളുകളെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഒക്കെ എൻ്റെ സഹോദരങ്ങൾ ഓടി നടക്കുന്നു. ആ ആഘോഷ രാവിൽ ആരൊക്കെയോ പാടുന്നുണ്ട്. മുഹബത്തിന്റെ മധുരമുള്ള സുന്ദരമായ ഒരു പ്രണയഗാനം. പതിനേഴിൻ്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്? പറയാതിന്റെ പൂങ്കനവിൻ മാറത്ത് നീ തൊട്ട മറുകാണ്. പറയൂ പറയൂ നീ നല്ലഴകേ. പനിനീർ ചെടിയോ പാൽമുല്ലകളോ പ്രേമം പണ്ടി വരച്ചിട്ട് പാടത്തൂടെ നടന്നിട്ട് നീ തന്നെ ചൊല്ല്. 17ൻ്റെ പൂങ്കരളിൻ പാടത്ത് പൂ
അതിലേറെ അതിലേറെ നിന്നെ കാണാൻ അഴകല്ലേ വണ്ടൻ വീട്ടിൽ കൂടുള്ള വണ്ടേവാ ചുണ്ടിൻ മോളി പാട്ടൊന്നു പാടാൻ വാ മനസ്സിലെ തോട്ടം കാണാൻ വാ. ഓഹോ ആഹാ ഓഹോഹോ, ആഹാഹാ. നേരത്തെ നേരത്തെ ഞാൻ പോരാ 17ന്റെ പൂങ്കരളിൻ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെന്റെ പൂങ്കനവിൻ മാറത്ത് നീ തൊട്ട മറുകാണ് മണമില്ലേ മണമില്ലേ വെൺപൂവേകും മണമില്ലേ അതിലേറെ കുളിരല്ലേ പെൺപൂവേ നിൻ മണമല്ലേ ചുറ്റി ചുറ്റി തിന്നുന്ന കാറ്റേവാ ചുറ്റും ചുറ്റും നോക്കണ്ട വേഗം വാ വിയർക്കുമൊരെന്നെ വീശാൻ വാ. ആഹാഹാ, ആഹാഹാ. ഓഹോ ആഹാ പാടത്തോ ഞാനില്ലേ നിൻ കൂടെ 17ന്റെ പൂങ്കരളിൻ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതിന്റെ പൂങ്കനവിൻ മാറത്ത് നീ തൊട്ട മറുകാണ് പറയൂ പറയൂ നീ നല്ലഴകെ പനിനീർ ചെടിയോ പാൽമുല്ലകളോ പ്രേമം പണ്ടേ വരച്ചിട്ട് പാടത്തൂടെ നടന്നിട്ട് നീ തന്നെ ചൊല്ല് 17ന്റെ പൂങ്കരളിൻ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതിന്റെ പൂങ്കനവിൻ മാറത്ത് നീ തൊട്ട മറുകാണ് നല്ല പാട്ട്. നിങ്ങൾ നന്നായി പാടി. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷായി. അങ്കിളെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുമ്പോ ഇനിയും പാടണേ. തീർച്ചയായും ഇനിയും പാടിത്തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വലുതാവുമ്പോ നിങ്ങൾ അച്ഛനെയും അമ്മയെയും നല്ലോണം നോക്കണം. നോക്കുവോ? ഷുവർ, ഞങ്ങൾ അച്ഛനമ്മയും നന്നായിട്ട് നോക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഞങ്ങള് പപ്പേനും അമ്മേനും ഒരിക്കലും ഞങ്ങള് ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടാക്കൂല. ശരി, എന്നാ മക്കളെ ചെല്ലേ. ശരി കേട്ടോ, ഇനി കാണാം. അതെ, വല്ലാത്തൊരു സങ്കടം ഉണ്ടല്ലേ മനസ്സില്. ഒരു നീറ്റല്. മക്കളാഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചു കൊടുത്തു. പക്ഷേ നമ്മുടെ ആഗ്രഹം അവർ കണക്കാക്കിയില്ല. അല്ല, അവർ കണ്ടില്ല. കാര്യം നമ്മൾക്ക് വയസ്സായില്ലേ. എന്തിനാ അങ്ങനെയൊക്കെ? ഒറ്റയ്ക്കല്ലല്ലോ. നിങ്ങളിപ്പോ ഓർമ്മയിൽ കണ്ട ആ കല്യാണ വീട്ടില് നിങ്ങളെ കൈപിടിച്ച് നിങ്ങളെ പെണ്ണായി കയറി വന്ന ഞാനില്ലേ ഇപ്പോഴും നിങ്ങളെ കൂടെ. മക്കൾക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം നിങ്ങളെ, എൻ്റെ മരണം വരെ, എൻ്റെ അവസാന ശ്വാസം വരെ. അതെന്താണ്? സോ ഗ്രാൻഡ് ഫിനാലെ മത്സരങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി അവരുടെ സമ്മാന തുക ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാം സമ്മാനം ക്യാഷ് പ്രൈസ് നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. രണ്ടാം സമ്മാനം ക്യാഷ് പ്രൈസ് നൽകുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡിംഗ് ലൈഫ് സ്റ്റൈൽസ്. ആൻഡ് മൂന്നാം സമ്മാനം ക്യാഷ് പ്രൈസ് നൽകുന്നത് സൂപ്പർ ഡോവ ഫുഡ്സ്. 4ഉം 5ഉം സ്ഥാനത്തുള്ളവർക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് അഗെയിൻ ലക്ഷ്യയാണ്.
ആൻഡ് 6ഉം 7ഉം സ്ഥാനത്തുള്ളവർക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് ഹാർവെസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് ആണ്. ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ ഈ എപ്പിസോഡിൽ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ അമൃത TV, നമ്മുടെ ഈ ചാനലിന്റെ എല്ലാ പ്രോഗ്രാമിനും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലയന്റ് ആണ്. നമുക്ക് ഒരുപാട് സ്നേഹ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഇടയിലിടയിൽ നമ്മുടെ എല്ലാ ഷോസിലും വരാറുണ്ട്. അപ്പം ഇന്ന് കുറച്ച് വൈകിപ്പോയാണെങ്കിലും ഗ്രാൻഡ് ഫിനാലെ സമയത്ത് തന്നെ ആൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ ഫാമിലി തന്നെയാണ്. അവരുടെ സൂപ്പർ അമ്മയാണ്, സൂപ്പർ ഓൺട്രപ്രണർ ആണ്. നമുക്ക് മലയാളികൾക്ക് എപ്പോഴും അറിയാവുന്ന അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം പറക്കാട് ജ്വല്ലേഴ്സ് ആൻഡ് പറക്കാട് റിസോർട്ട്സിന്റെ എല്ലാമായ പ്രീതി പ്രകാശ് പറക്കാട്. അപ്പോ നമ്മുടെ സൂപ്പർ ഫാമിലിയിലേക്ക് സ്വാഗതം. എന്താണ് വരാൻ വൈകിയത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. സുഖാണോ? സുഖം, നന്നായി പോകുന്നു. അപ്പൊ അങ്ങനെ കറക്റ്റ് മിയ ഫിനാലെ റൗണ്ടിൽ നമ്മളെ കാണാൻ എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഷോ? എപ്പോഴെങ്കിലും എപ്പിസോഡ്സ് ഒക്കെ കാണാറുണ്ടോ? എന്താണ് അഭിപ്രായം? ചാനൽസ് ഒന്നും കാണാൻ അധികം സമയം കിട്ടാറില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും കുറച്ച് സമയം കിട്ടുമ്പോൾ ഓടി വന്ന് ഈ ഒരു ഷോ കാണാറുണ്ട്. കണ്ടസ്റ്റൻസിനോട് എന്താ പറയാനുള്ളത്? എന്താ പറയുക, നമ്മളുടെ കുടുംബം അല്ലെ ഫാമിലിയാണ് എല്ലാ ഗ്രോത്തിനും, നമ്മുടെ സൊസൈറ്റിയുടെ, രാജ്യത്തിൻ്റെ എല്ലാം ഒരു ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ എന്ത് പ്രോഗ്രസ്സിനും. അപ്പോൾ എന്താ പറയുക, നമ്മളെല്ലാവരും സൂപ്പർ ഫാമിലി ആയിരിക്കുക. ഞങ്ങൾ സൂപ്പർ ഫാമിലി ആണെന്ന് തന്നെ വിചാരിക്കുന്നവരാണ് ഞാൻ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയും അമൃത TVയുടെ ഓരോ പ്രോഗ്രാമിനും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങളൊരു സ്ട്രോങ് ക്ലയന്റ് ആയിട്ട് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും വീണ്ടും കാണാം. യെസ്, താങ്ക് യു.